മനുഷ്യരാസാധ്യമായതെല്ലാം തന്നെ അച്ഛന് വേണ്ടി സഭ ചെയ്തു. അരുണാചലിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ ചികിത്സ ഉറപ്പാക്കി. അതും സാധിക്കാതെ വീണ്ടും അവിടുന്ന് എയർ ആംബുലൻസ് വഴി ഡൽഹിയിൽ കൊണ്ടുവന്നു. എങ്കിലും മരുന്നിനോടൊന്നും പ്രതികരിക്കാതെ അച്ഛൻ ദൈവസന്നിധിയിലേക്ക് യഥാർത്ഥത്തിലുള്ള നിത്യജീവിതത്തിലേക്ക് കടന്നു പോവുക ചെയ്യുന്നത്. അപ്പം നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കാം, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിക്കപ്പെട്ട സഭയിലെന്ന ഒരാൾ ചോര ചിന്തിയുള്ള അല്ലാതെയുള്ള രക്തസാക്ഷിത്വമുണ്ട്. അതാ സുരേഷ് അച്ഛൻ്റെ രക്തസാക്ഷിത്വം. ഒരു ജീവിതം മുഴുവനും 33 വയസ്സ് മുഴുവനും കർത്താവിന് വേണ്ടി കൊടുത്തു, ദൈവജനത്തിന് വേണ്ടി കൊടുത്ത് അവസാനം എല്ലാവർക്കും ടാറ്റ പറഞ്ഞ അച്ഛൻ പോവുകയാണ്. എല്ലാവരെയും കൺസിഡർ ചെയ്യുന്ന അച്ഛൻ, ചെറിയവരെന്നില്ല വലിയവരെന്നില്ല, എല്ലാവരെയും പേഴ്സണലായിട്ട് ബന്ധപ്പെടുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന അച്ഛൻ. ഒരാപ്പിൾ ഉണ്ടെങ്കിൽ ആ ആപ്പിൾ അച്ഛൻ്റെ കൂടെ വരുന്ന എല്ലാവർക്കുമായിട്ട് മുറിച്ച് പകുത്ത് നൽകുന്ന അച്ഛൻ. കർട്ടന് പിന്നിൽ നിന്നുകൊണ്ട് ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്ന അച്ഛൻ. അതായിരുന്നു സുരേഷ് അച്ഛൻ. സുരേഷ് അച്ഛന് ഒരുപാട് ആർട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. എന്നാൽ നാടകമൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ സീനറികൾ മുഴുവൻ ചെയ്യുന്നത് നമ്മുടെ സുരേഷ് അച്ഛനാണ്. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. സങ്കീർത്തനം 116:15. സുരേഷ് അച്ഛൻ. ദൈവം സ്നേഹം നിക്ഷേപിച്ച ജീവിതം. ദൈവത്തിൻ്റെ ഹൃദയം കടമെടുത്ത കർമ്മനിരതനായ പ്രേക്ഷിതൻ. കലാപങ്ങളില്ലാതെ, കലഹങ്ങളില്ലാതെ, കാലൊച്ച പോലും കേൾപ്പിക്കാതെ കടന്നുപോയ സരള ഹൃദയമുള്ള ദൈവത്തിൻ്റെ അജപാലകൻ. അവന് വേണ്ടി അലയുന്ന ഇടങ്ങളിൽ ആകാശങ്ങളിൽ ഒരപ്പനുണ്ടെന്ന ഉറപ്പിൽ അച്ഛൻ ചുവടുകൾ ഉറപ്പിച്ചു. ദൈവത്തിൻ്റെ കലാകാരനായ അച്ഛൻ കൂട്ടിയെടുത്ത നിറങ്ങളിൽ നിറഞ്ഞ ലാളിത്യം തുടർന്നുകൊണ്ടേയിരുന്നു. അകത്തുനിന്ന് ആത്മാവ് പടിയിറങ്ങിപ്പോകുമ്പോഴും. യൗവനത്തിൻ്റെ യവനിക താഴും മുൻപേ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ ആ 33കാരൻ്റെ പ്രായത്തിൻ്റെ പക്വതയും വ്യക്തതയും അച്ഛനിൽ തെളിഞ്ഞു നിന്നു. യൗവനത്തിൻ്റെ യവനിക താഴും മുൻപേ എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞ ആ 33കാരൻ്റെ പ്രായത്തിൻ്റെ പക്വതയും വ്യക്തതയും സ്വന്തം ജീവിതത്തിൽ ഉണ്ടെന്ന് തെളിയിപ്പിച്ച വിശുദ്ധ കുർബാനയുടെ കൂടപ്പറപ്പ്. ദൈവത്തിൻ്റെ ചാരയിരിക്കുവാനും ദൈവത്തിൻ്റെ മനസ്സുമായി കൂടെ നടക്കുവാനും ശീലമാക്കിയ അച്ഛൻ ചിരി സമ്പന്നമാണെന്ന് ഓർമ്മപ്പെടുത്തി ചിരിച്ചു നടന്നു. ചിരിച്ചു തന്നെ ജീവിച്ചു. ചിരിച്ചു തന്നെ ആത്മാവിനെ സമർപ്പിച്ചു. അവനെ അനുഗമിച്ച നാൾ മുതൽ അയാൾ അതേപടി ഇരുന്നിട്ടില്ല. ഓരോ വിയോഗത്തിനു മീതെ ചില നിയോഗങ്ങൾ നിറവേറപ്പെടേണ്ടിയിരിക്കുന്നു. നിറഞ്ഞ മനസ്സോടെ, മറുവാക്കുകൾ പറയാതെ അച്ഛനെല്ലാം നിറവേറ്റി. ശ്രദ്ധയോടെ, ശ്രേഷ്ഠതയോടെ എല്ലാം നിറവേറ്റി. എല്ലാവരെയും മനോഹരമായി കണ്ടു. എല്ലാവരെയും മനസ്സിലാക്കി കണ്ടു. അച്ഛാ, ഇന്ന് ഞങ്ങളുടെ മിഴി നനയുന്നു. കാരണം അച്ഛൻ ഞങ്ങളിലേക്ക് നീട്ടിയത് സ്നേഹമായിരുന്നു. സ്നേഹം മാത്രമായിരുന്നു. മല കയറി കിതയ്ക്കുമ്പോഴും മഴ നനഞ്ഞു നടക്കുമ്പോഴും മടുത്തെന്ന് പറയാത്ത മനസ്സിനും മനസ്സിൽ സഭയെന്ന വിശാലതയുടെ സമർപ്പണ ബോധത്തിനും ഇന്ന് പ്രണാമം. അച്ഛൻ്റെ നല്ല മനസ്സിന് പ്രണാമം.